അതുകൊണ്ട് NSS ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അത്തരം നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ UDFന് ഏതെങ്കിലും സാധ്യതയില്ലായ്മ ഉണ്ടാകുമോ എന്നുള്ള ഭയം ഞങ്ങൾക്കില്ല. അത് അവരുടെ തീരുമാനമാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു സമുദായ നേതാവിനെയും അത് ആരെയും തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അവർ നികൃഷ്ടജീവി എന്ന് വിളിക്കുകയോ അവരെ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയനും അതോടൊപ്പം CPM പുതിയ ഒരു തന്ത്രമായി ഇറങ്ങിയിരിക്കുകയാണ്. ശബരിമലയെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇവിടെ CPMൻ്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു, ഞങ്ങളാണ് ഇവിടെ ആചാരം ലംഘിച്ചത് എന്ന്. അവിടെ ഈ നാട്ടിലെ മുഴുവൻ വിശ്വാസികളായ ആളുകളും അവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ബഹുഭൂരിപക്ഷ സ്ത്രീകളും പുറത്തിറങ്ങി നാമജപ ഘോഷയാത്രയിലൂടെ അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അത് മനസ്സിലാക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നോ? എന്തിനാണ് ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും രഹന ഫാത്തിമയൊക്കെ ആ ശബരിമലയിൽ കയറ്റി വിടാനുള്ള തീരുമാനം എടുത്തതാരാ? സർക്കാരിന്റെ പിന്തുണയല്ലേ പോലീസ് ചെയ്തത്? അത്തരമൊരു നിലപാടിലേക്ക് പോയതെന്താ? അതിന്റെ പേരിലല്ലേ നവോത്ഥാന മതിലുണ്ടാക്കിയത്? ഇപ്പൊ പറയും നവോത്ഥാന മതിൽ സ്ത്രീ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ അതോടൊപ്പം സുഗതൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അതിന്റെ ചെയർമാനും കൺവീനറൊക്കെ ആക്കിയിട്ടാണല്ലോ നവോത്ഥാന സദസ്സും മതിലൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് എന്തായി? ആ ഘട്ടത്തിൽ ഉൾപ്പെടെ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. അന്ന് ശബരിമല അയ്യപ്പനെ കുറിച്ച്, അയ്യപ്പന്റെ രീതികളെ കുറിച്ച് പറഞ്ഞ പ്രസംഗങ്ങൾ ഇപ്പോഴും നമ്മുടെയൊക്കെ യൂട്യൂബിലും അതോടൊപ്പം നിങ്ങളുടെയൊക്കെ തന്നെ മീഡിയയിലൊക്കെ ഇല്ലേ? എന്തൊക്കെയാ പറഞ്ഞത്, എന്തൊക്കെയാ ആക്ഷേപിച്ചത്? അതുമാത്രമല്ല, സ്വരാജിനെ പോലെയുള്ള CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരാള് മാളികപ്പുറത്തെ അയ്യപ്പനെയും കുറിച്ച് പറഞ്ഞ ഏറ്റവും ആക്ഷേപകരമായിട്ടുള്ള പ്രസംഗം ഇപ്പോഴും ഉണ്ട്. തള്ളി പറഞ്ഞത് CPM, നിങ്ങൾ ആചാരത്തിനെ ലംഘിക്കാത്തവരാണ്, നിങ്ങൾ വിശ്വാസത്തെ ലംഘിക്കാത്തവരാണ്, നിങ്ങളൊക്കെയാണ് അയ്യപ്പൻ്റെ ആൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത്, നമുക്കറിയാം ഹിന്ദിയിലൊരു കഥാകൃത്തുണ്ട് ഹരിശങ്കർ പ്രസാദ്, അദ്ദേഹത്തിൻ്റെ ചെന്നായും ആട്ടിൻകൂട്ടങ്ങളും എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഈ കുറുക്കൻ ചെന്നായി ഇങ്ങനെ കാട്ടിൽ ജനാധിപത്യം വന്നപ്പോൾ ആട്ടിൻകൂട്ടങ്ങളുടെ വോട്ട് നേടുന്നതിന് വേണ്ടി മാംസാഹാരിയായ ചെന്നായി അവസാനം പുല്ലും മറ്റേ വെജിറ്റബിൾസും മാത്രം കഴിക്കുന്നതാണൊക്കെ പാടി പുകഴ്ത്തി ആട്ടിൻകൂട്ടങ്ങളുടെ വോട്ട് തട്ടുന്നതിന് വേണ്ടി വന്ന ഒരു ചെന്നായിയുടെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ള ഒരു പറസായിയുടെ ചെന്നായിയെ പോലെ പിണറായി വിജയൻ ഇപ്പോൾ പുതിയ അവതാരമായിട്ട് ഒരു പ്രച്ഛന്നവേഷധാരിയായ വിശ്വാസിയായി പിണറായി വിജയൻ അവതരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന്.